കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജാവ് നേരിട്ട് ചിയോണിനെ കാണാനെത്തുന്നു. നാളെ രാജ്ഞിമാതാവിൻ്റെ ആഘോഷമാണ്. അതിനു മുമ്പ് എൻ്റെ മകനെ എന്ത് ചെയ്തിട്ടായാലും രക്ഷിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിടുന്നു. ചിയോൺ കൊട്ടാരത്തിലെ യാങ് ശക്തി തന്നെ പതുക്കെ കൊല്ലുകയാണെന്നും കുറച്ചു സമയത്തേക്ക് പുറത്തു പോകാൻ അനുവദിക്കണമെന്നും അപേക്ഷിക്കുന്നു. പക്ഷെ രാജാവ് അത് നിരസിക്കുന്നു. അതിനുശേഷം ചിയോൺ സാങ്കാങ്ങിനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷേ അവൾക്ക് പകരം യൂൾ എന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. തൻ്റെ രക്തം കലർത്തിയ വെള്ളം നിറച്ച ഒരു പാത്രം ആ യൂളിന് കൊടുത്ത് അത് രാജകാവൽക്കാരൻ്റെ വീടിന് സമീപം വെക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു തുള്ളി വെള്ളം പോലും ചോരാൻ പാടില്ലെന്ന് കർശനമായി മുന്നറിയിപ്പും നൽകുന്നു. കാരണം ആത്മലോകത്തിൽ നിന്ന് തിരികെ വരാനുള്ള ചോണിൻ്റെ ഏക ബന്ധമായിരിക്കും അത്. ഇതിനുശേഷം ചിയോൺ വലിയൊരു വെള്ളപാത്രത്തിനുള്ളിൽ മുങ്ങി ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അതേസമയം ഒരു പീച്ച് മരത്തിൽ മിന്നലേൽക്കുന്നു. മിന്നലേറ്റ പീച്ച് മരത്തിൻ്റെ കൊമ്പ് ദുഷ്ടാത്മാക്കളെ അകറ്റാൻ ഏറ്റവും ശക്തമാണെന്ന് ചിയോൺ പറഞ്ഞത് ഓർമ്മ വന്ന സാങ്കാങ് ആ കൊമ്പെടുത്ത് അവനെ തേടി ഓടുന്നു. ആത്മലോകത്തിലാകട്ടെ ചിയോൺ ഒരു ഭീകര പ്രേതവുമായി പൊരുതുകയാണ്. തോൽക്കാൻ പോകുന്ന നിമിഷത്തിൽ സാങ്കാങ് അവിടെ എത്തി പീച്ച് മരത്തിൻ്റെ കൊമ്പ് അവന് കൈമാറുന്നു. അതുകൊണ്ട് പ്രേതത്തിൻ്റെ മുഖംമൂടി വെട്ടിമാറ്റിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപം രാജകാവൽക്കാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. ആ ഭീകര പ്രേതമാണ് ഹോൻ എന്ന ആ കാവൽക്കാരൻ. അവൻ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. ആ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ട സ്ത്രീയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന കുറ്റസമ്മതം മുഴുവൻ കള്ളമായിരുന്നു. രാജ്ഞി മാതാവ് തൻ്റെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നത്. കൂടാതെ ചോയ് തൻ്റെ കുഞ്ഞിനായി തുന്നിയ ചെറിയ വസ്ത്രം ഒരു മരത്തിനടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും ഹോൻ വെളിപ്പെടുത്തുന്നു. ഇത് യാഥാർത്ഥ്യ ലോകത്തിൽ കേട്ട സാങ്കാങ് ഉടൻ തന്നെ ആ മരത്തിനടിയിൽ കുഴിച്ചു നോക്കുന്നു. അവിടെ നിന്ന് ഒരു പെട്ടിയും അതിനുള്ളിലെ കുഞ്ഞിൻ്റെ വസ്ത്രവും അവൾ കണ്ടെത്തുന്നു. ശേഷം അവൾ തിരികെ എത്തി ചിയോണിൻ്റെ ശരീരം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു. പക്ഷേ ആത്മലോകത്തിൽ നിന്ന് മടങ്ങി വരാനുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനാൽ ചിയോൺ ഉണരുന്നില്ല. അവനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ സാങ്കാങ് ഒരു കയർ മരത്തിൽ കെട്ടി സ്വയം വെള്ളത്തിലിറങ്ങി ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചിയോൺ ഒരു കിണറിനരികിൽ തൻ്റെ അമ്മയെ കാണുന്നു. എന്നാൽ അത് യഥാർത്ഥ അമ്മയല്ല, ഒരു ദുഷ്ടാത്മാവാണെന്ന് സാങ്കാങ് പലതവണ പറഞ്ഞിട്ടും ചിയോൺ അത് വിശ്വസിക്കുന്നില്ല. അവളെ തള്ളി മാറ്റിയതോടെ നിലത്ത് നിന്ന് അനേകം പ്രേതങ്ങൾ ഉയർന്ന് സാങ്കാങ്ങിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഒരു പഴയ ഓർമ്മ വെളിപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ചിയോണും അമ്മയും വെള്ളത്തിൽ മുങ്ങിയ അപകടം. ആ ഭയാനക നിമിഷത്തിൽ ചിയോണിൻ്റെ രൂപം മാറുകയും സ്വന്തം അമ്മയെ ആക്രമിക്കാൻ പോലും ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാന നിമിഷം അമ്മ തന്നെ അവനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് തള്ളിക്കയറ്റി രക്ഷിക്കുന്നു. അവളോ വെള്ളത്തിനിടയിൽ മുങ്ങി മരിക്കുന്നു. ഇപ്പോഴത്തെ സമയത്താകട്ടെ ഗ്ലോമിയോക്സാലി എത്തി സാങ്കാങ്ങിനെ ആക്രമിച്ചിരുന്ന എല്ലാ പ്രേതങ്ങളെയും വിഴുങ്ങുന്നു. പിന്നീട് അത് ഭീമാകാരമായി മാറി കിണറ്റിലേക്ക് ചാടുന്നു. അതിനുശേഷം ചിയോണയും ആ പ്രേതങ്ങളെയും എവിടെയും കാണാനില്ല. ഇതെല്ലാം കണ്ട സാങ്കാങ്ങിൻ്റെ മനസ്സിൽ ഒരു ഭയപ്പെടുത്തുന്ന സംശയം ഉയരുന്നു. ചിയോണിൻ്റെ യഥാർത്ഥ പദ്ധതി എന്തായിരുന്നു? മരിച്ച് അതിശക്തിയുള്ള ദുഷ്ടാത്മാവായ ഒരു അഗ്നിയായി തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യാനായിരുന്നോ? ഇനി കാണിക്കുന്ന സീൻ രാജ്ഞി മാതാവിൻ്റെ 70-ാം പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളോടെയാണ്. എന്നാൽ ചാങ് രാജാവിൻ്റെ മകനായ യോൺ രാജകുമാരൻ ഇപ്പോഴും അസുഖബാധിതനായതിനാൽ ചിയോൺ തൻ്റെ ദൗത്യത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് എല്ലാവരും കരുതുന്നത്. ആഘോഷത്തിനിടെ ചാങ് രാജാവിൻ്റെ മകൻ യോങ്ങിന് പകരം ഇക്സാങ് രാജകുമാരൻ്റെ മകനായ ഇൻഹയാണ് ചടങ്ങുകൾ നിർവഹിക്കുന്നത്. ഇത് രാജാവായ ചാങ്ങിന് വളരെയധികം ടെൻഷനാകുന്നു. അപ്പോഴാണ് കൊട്ടാരമാകെ ശക്തമായ കാറ്റ് വീശി തുടങ്ങുന്നത്. ആത്മലോകത്തിലൂടെ ചിയോൺ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവൻ്റെ മുഖം ഭീകരമായി മാറിയിരിക്കുന്നു. ലക്ഷ്യം രാജാവാണ്. രാജാവിനെ ആക്രമിക്കാൻ പോകുന്ന നിമിഷം സാങ്കാങ് ചിയോണിനെ തടയുന്നു. യാഥാർത്ഥ ലോകത്ത് അവളുടെ കയ്യിലിരുന്ന ഒരു മണി താഴെ വീഴുകയും രാജാവ് അത് കാണുകയും ചെയ്യുന്നു. ആത്മലോകത്തിൽ സാങ്കാങ് ചിയോണിനോട് നിന്റെ അമ്മയുടെ മരണത്തിന് നീ കാരണക്കാരനല്ല, അന്ന് നിന്നെ ഒരു ദുഷ്ടാത്മാവ് കീഴടക്കിയിരുന്നു എന്ന് പറയുന്നു. അവൾ അവനെ ചേർത്ത് പിടിച്ചതോടെ ചിയോൺ വീണ്ടും സ്വബോധത്തിലേക്ക് മടങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഇക്സാങ് രാജകുമാരൻ്റെ മകനായ ഇൻഹ അവിടെ കുഴഞ്ഞു വീഴുന്നു. ഇത് കണ്ടപ്പോൾ രാജാവായ ചാങ് രാജ്ഞി മാതാവിനോട് ചോദിച്ചു, ഈ ബോധം കെട്ട് വീഴുന്ന ഈ കുഞ്ഞിനെയാണോ നിങ്ങൾ ഇനി കിരീടാവകാശിയാക്കാൻ പോകുന്നത് എന്ന് അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സ്വബോധത്തിലേക്ക് മടങ്ങിയ ചിയോൺ ഉടൻ തന്നെ അവൻ യാഥാർത്ഥ്യ ലോകത്തുണർന്ന് സാങ്കാങ്ങിനെ കുളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ആത്മലോകത്തിലേക്ക് പോയതിൻ്റെ പേരിൽ അവളോട് ദേഷ്യപ്പെടുന്നുവെങ്കിലും സാങ്കാങ് ബോധം കെട്ട് വീഴുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം അവൾ ഉണരുമ്പോൾ ചിയോൺ ആ മുഴുവൻ സമയവും അവളുടെ മുറിക്ക് പുറത്ത് കാത്തു നിന്നിരുന്നുവെന്ന് അറിയുന്നു. അവൾ ഉണർന്നപ്പോൾ അവൾക്ക് കഴിക്കാൻ ധാരാളം ഫുഡുമായി യൂൾ അവിടേക്ക് വരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ എനിക്ക് ഇത്രയും ഭക്ഷണം? അപ്പോൾ യൂൾ അവളോട് പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കാതിരുന്നത് പോലെ ചിയോണും ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ല,
മനസ്സിലാകുന്നത്. ഈ 3 ദിവസവും ഞാൻ കഴിക്കാതിരുന്നത് കൊണ്ട് ചിയോണും ഒന്നും കഴിക്കാതെ താൻ എണിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന്. അതിനുശേഷം അവൾ കൊട്ടാരത്തിലെ ആ പ്രിയപ്പെട്ട ചോയി തൻ്റെ കുഞ്ഞിനായി തുന്നിയിരുന്ന ചെറിയ വസ്ത്രം ചിയോണിനെ കാണിച്ചു കൊടുക്കുന്നു. കുളത്തിലെ ആത്മാവ് തിരികെ വരുമ്പോൾ തന്നെ പിടിച്ചു വലിച്ചെന്നും അതിൻ്റെ പാടുകൾ തന്നെ പുറത്തുണ്ടെന്നും അവൾ പറയുന്നു. അത് കണ്ട ചിയോൺ അവളുടെ യാങ് ശക്തി ആ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരുവരും പുതിയൊരു പദ്ധതി തയ്യാറാക്കുന്നു. കുഞ്ഞിൻ്റെ വസ്ത്രം കുളത്തിലിട്ട് ആത്മാവിനെ പുറത്തേക്ക് ആകർഷിക്കണം. അതേസമയം യോൺ രാജകുമാരൻ മരണത്തിൻ്റെ വക്കിലായിരുന്നു. ഇനി ഒരു രാത്രി മാത്രമേ അവന് ജീവിച്ചിരിക്കാനാകൂ. അതിനാൽ ആ രാത്രിയിൽ തന്നെ ഭൂതത്തെ നേരിടണമെന്ന് അവർ തീരുമാനിക്കുന്നു. കത്തി കയ്യിൽ പിടിച്ച് അവൻ വീണ്ടും കിണറിലൂടെ ആത്മലോകത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ തോണിയിൽ കിടന്നിരുന്ന പൊതിയിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. പൊതിക്കരികിൽ തന്നെ ആ ഭൂതവും നിൽക്കുകയായിരുന്നു. അതിൽ തൻ്റെ ജനിക്കാതെ പോയ കുഞ്ഞാണെന്ന് കരുതി ഭൂതം അതിനെ സംരക്ഷിക്കുകയായിരുന്നു. ഈ നിമിഷം ഒരു അമ്പ് വന്ന് ആ ഭൂതത്തിൻ്റെ തോളിൽ തറച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ എരുമയുടെ തല താഴെ വീണു. ആ അമ്പ് ചെയ്തത് ആരാണെന്ന് നോക്കിയപ്പോൾ മറുവശത്ത് നായികയെ കാണുന്നു. ഇനി ഒരു ഫ്ലാഷ് ബാക്കാണ്. നിനക്ക് അമ്പ് ചെയ്യാൻ അറിയുമോ എന്ന് ഹീറോ ചോദിച്ചപ്പോൾ ഞാനൊരു രാജകുമാരിയാണ്, വില്ലുവിദ്യയിൽ ഞാൻ ഒരിക്കലും ലക്ഷ്യം തെറ്റിച്ചിട്ടില്ല എന്ന് സാങ്കാങ് ആത്മവിശ്വാസത്തോടെ മറുപടി പറയുന്നു. ഒരു കുഞ്ഞിൻ്റെ വസ്ത്രത്തിൽ നിന്നുള്ള നൂലഴിച്ചെടുത്ത് സ്വന്തം രക്തത്തിൽ മുക്കി അമ്പിൽ ചുറ്റുന്നു. ഭൂതത്തെ കൊടുക്കാൻ അതിൻ്റെ കുഞ്ഞിനെ പോലെ തോന്നുന്ന ഒരു വ്യാജരൂപം ഒരുക്കുകയാണ് അവരുടെ പദ്ധതി. ആ നിമിഷം നീ കൃത്യമായി അമ്പെയ്യണം. അങ്ങനെ ചെയ്താൽ ഭൂതത്തിൻ്റെ ശക്തി കുറയുമെന്ന് ഹീറോ ഫ്ലാഷ് ബാക്കിൽ പറയുന്നതാണ് കാണിക്കുന്നത്. പദ്ധതി വിജയിക്കുന്നു. ലോകങ്ങൾ കടന്ന് ആ അമ്പ് നേരെ ഭൂതത്തെ തുളച്ചു കയറുന്നു. അത് കണ്ട ഹീറോ ഉടൻ തന്നെ മുകളിലേക്ക് കയറി ഭൂതവുമായി പോരാട്ടം തുടങ്ങുന്നു. ഭൂതം വേരുകൾ ഉയർത്തി അവനെ ആക്രമിക്കുകയും കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, രാജവംശം അവസാനിച്ചാലും നിന്റെ കുഞ്ഞ് തിരികെ വരില്ല. സത്യം അംഗീകരിച്ച് സമാധാനത്തോടെ ആത്മലോകത്തിലേക്ക് പോവുക. പക്ഷെ ഭൂതം അവന് വെള്ളത്തിനിടയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ഇരുവരും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. ഇതിനിടെ കിണറിനരികിൽ കാത്തിരുന്ന നായിക ഹീറോ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് കണ്ട് സന്തോഷിക്കുന്നു. ഭൂതത്തെ അവൻ തോൽപ്പിച്ചെന്ന് അവൾ കരുതുന്നു. അതേസമയം രാജകുമാരനും പൂർണ്ണമായി സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നു. അത് കണ്ട രാജാവ് അതിയായ സന്തോഷത്തിലാകുന്നു. എന്നാൽ ഈ സമയം മഹാറാണി തൻ്റെ വിശ്വസ്തയോട് രഹസ്യമായി പറയുന്നു, അവൻ ആ കുഞ്ഞിനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സത്യം അവന് മനസ്സിലായിരിക്കാം. ആ രഹസ്യം ആരോടും പറയാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന്. ശേഷം കാണിക്കുന്നത് നായിക തൻ്റെ അച്ഛനെ കണ്ടു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് പറയുന്നു. രാജാവ് നായികയുടെ സംരക്ഷണമണി തിരികെ നൽകി പറയുന്നു, എല്ലാവരെയും രക്ഷിച്ചത് നീയാണെന്ന് എനിക്കറിയാം. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. തുടർന്ന് കാണിക്കുന്നത് മറ്റൊരു ഫ്ലാഷ് ബാക്കാണ്. ചെറുപ്പത്തിൽ തന്നെ നായികയ്ക്ക് ആത്മാക്കളുടെ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. അവൾ എപ്പോഴും ഭയന്നിരുന്നതിനാൽ രാജാവാണ് ആ സംരക്ഷണമണി അവൾക്ക് നൽകിയിരുന്നത്. ഈ മണി നിന്റെ കൈവശമുള്ളിടത്തോളം ഒരു ദുഷ്ടാത്മാവിനും നിന്നെ സമീപിക്കാൻ കഴിയില്ല. അതിനാൽ ഒരിക്കലും ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഓർമ്മയിൽ രാജാവ് വികാരാധീനനാകുന്നു. അപ്പോൾ നായിക പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങൾ ചിയോണിന് നൽകിയ വാക്ക് പാലിക്കണം. അവനെ സുരക്ഷിതമായി ഈ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ സഹായിച്ചാൽ മതി. ഇതിനിടെ ഹീറോ എന്തോ ആലോചിച്ച് ഇരിക്കുന്ന സീനാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. എന്താണ് ആലോചിക്കുന്നതെന്ന് സാങ്കാങ് ചോദിച്ചപ്പോൾ ചിയോൺ പറയുന്നുണ്ട്, 30 വർഷമായി രാജകുമാരന്മാരെ കൊന്നുകൊണ്ടിരുന്ന അത്ര ശക്തിയുള്ള ഭൂതത്തെ ഞാൻ ഇത്ര എളുപ്പത്തിൽ തോൽപ്പിച്ചതിൽ എനിക്ക് വിശ്വാസമില്ല. ഇത് ജീവൻ മരണ പോരാട്ടമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം വളരെ എളുപ്പത്തിൽ അവസാനിച്ചു. ശേഷം അവൻ അവളോട് ചോദിച്ചു, അതൊക്കെ വിട്ടേക്കാം, നിന്റെ അമ്മയെ കൊന്നത് ആരാണെന്ന് കണ്ടെത്തിയോ? അതിനുശേഷം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായിക മഹാറാണിയെ കാണാൻ പോകുന്നു. നീയോ? നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് മഹാറാണി ചോദിച്ചപ്പോൾ നായിക മറുപടി പറയുന്നു, എൻ്റെ അച്ഛനാണ് എന്നെ അകത്ത് കടത്തിയത്. നിങ്ങളുടെ 70ാം പിറന്നാളിന് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ ഒരു മധുരപ്പെട്ടി തുറന്ന് കാണിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾ കൊട്ടാരം വിട്ടുപോയ ശേഷം ഇതുപോലൊരു മധുരപ്പെട്ടി കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി. അത് കഴിച്ച ശേഷമാണ് എൻ്റെ അമ്മ മരിച്ചത്. അതേ രുചിയുള്ള മധുരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നത്. ഒന്ന് കഴിച്ചു നോക്കൂ. ആ മധുരപ്പെട്ടിയിൽ താമരയുടെ ചിഹ്നം കണ്ടതു മാത്രം മഹാറാണിയുടെ മുഖം മാറി. അവർ അത് ഉടൻ തന്നെ താഴെ എറിഞ്ഞു കളയുന്നു. അപ്പോൾ സാങ്കാങ് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നത്? അതുപോട്ടെ, രാജാവിൻ്റെ അവകാശിയെ ഗർഭം ധരിച്ചിരുന്ന ആ യുവതിയെയും എന്തിനാണ് കൊന്നത്? അവളോട് നിങ്ങൾക്ക് അസൂയ ആയിരുന്നോ എന്ന് ചോദിക്കുന്നു. മഹാറാണി തൻ്റെ മനസ്സിൽ വർഷങ്ങളായി ഒളിപ്പിച്ചു വെച്ചിരുന്ന വേദനയും അസൂയയും തുറന്നു പറയുന്നു. എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ അവൾക്ക് രാജാവിൻ്റെ അവകാശിയെ ഗർഭം ധരിക്കാൻ കഴിഞ്ഞു. രാജാവ് എന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിച്ചു. അതെനിക്ക് സഹിക്കാനായില്ല.
നായിക അവളെ നോക്കി ചോദിക്കുന്നു. അതുകൊണ്ടാണോ എൻ്റെ അമ്മയെയും ആ ഗർഭിണിയായ ചോയിയെയും കൊന്നത്? മഹാറാണി യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ മറുപടി പറയുന്നു. അതെ, എൻ്റെ സ്ഥാനത്തിനും അധികാരത്തിനും ഭീഷണിയായ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കി. അതിൽ എനിക്കൊരു കുറ്റബോധവുമില്ല. ഈ വാക്കുകൾ കേട്ട് സാങ്കാങ് എല്ലാം വ്യക്തമായി. തൻ്റെ അമ്മയുടെ മരണത്തിനും രാജാവിൻ്റെ അവകാശിയെ ഗർഭം ധരിച്ചിരുന്ന ചോയുടെ മരണത്തിനു പിന്നിലും മഹാറാണിയാണെന്ന് അവൾക്ക് ഉറപ്പാകുന്നു. ഇതെല്ലാം കേട്ട സാങ്കാങ് ഇതെന്തായാലും തൻ്റെ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ മഹാറാണി പറയുന്നുണ്ട്, നീ ചെന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇതാരും വിശ്വസിക്കില്ല എന്ന്. ഉടൻ തന്നെ സാങ്കാങ് ആ ഡോറൊന്ന് തുറന്നു മാറ്റിയപ്പോൾ അവിടെ കുറേ പരിചാരകർ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇവർ ഇത് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും ചുട്ടരിക്കല്ലേ എന്ന് മഹാറാണിയോട് പറഞ്ഞിട്ടാണ് സാങ്കാങ് അവിടെ നിന്ന് പോകുന്നത്. ഈ മഹാറാണിയുടെ ഉള്ളിലുള്ള ഈ സത്യമെല്ലാം തുറന്നു പറഞ്ഞത് അവിടെ ഒരു ഭീകരരൂപമായി ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് വന്ന് മഹാറാണിയെ വരിഞ്ഞു മുറുക്കി. അങ്ങനെയാണ് അവർ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.